ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഒരിക്കൽ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, കം ഉംറുക യാ ജിബ്രീൽ, ജിബ്രീലേ നിന്റെ വയസ്സ് എത്രയാണ്? നിന്റെ വയസ്സൊന്ന് പറയോ? എത്രയാണ് ജിബ്രീലിന്റെ വയസ്സ്? ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ വയസ്സ് എനിക്ക് ക്ലിപ്തപ്പെടുത്താൻ പറ്റുന്നില്ല റസൂലേ. പക്ഷേ ഒരു കാര്യം തങ്ങൾക്ക് ഞാൻ ഉറപ്പു തരാം, എന്നെ അല്ലാഹു സൃഷ്ടിച്ചതിന് ശേഷം 70,000 വർഷങ്ങൾ കൂടുമ്പോ ആകാശസീമയിൽ ഒരു മനോഹരമായ നക്ഷത്രത്തെ ഞാൻ കാണാറുണ്ട്. 72,000 പ്രാവശ്യം ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടുപോയി എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താ പറഞ്ഞത്? എത്ര വയസ്സാന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടിയാണ്, എത്ര വയസ്സാന്ന് ക്ലിപ്തപ്പെടുത്തി തരാൻ പറ്റൂല എന്റെ വയസ്സ്. പക്ഷെ ഒരു കാര്യം പറയാം, എന്നെ സൃഷ്ടിച്ചതിന് ശേഷം 70,000 വർഷം കൂടുമ്പോ ആകാശസീമയിൽ മനോഹരമാക്കപ്പെട്ടതാകുന്ന ഒരു നക്ഷത്രം ഉദയം ചെയ്യാറുണ്ട്. ഒരു കൗകബ്, ഒരു നക്ഷത്രം. ആ നക്ഷത്രത്തെ 72,000 പ്രാവശ്യം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് മഹാനാകുന്ന സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം 70,000 വർഷത്തിൽ മാത്രം ഉദിക്കുന്നതാകുന്ന നക്ഷത്രത്തെ എത്ര പ്രാവശ്യം കണ്ടു? 72,000 പ്രാവശ്യം. അപ്പൊ എത്രയാ വയസ്സ്? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന വചനമാണ്, നബിയേ നബിയേ എന്റെ വയസ്സ് എനിക്ക് ക്ലിപ്തപ്പെടുത്താൻ പറ്റുന്നില്ല റസൂലേ. പക്ഷെ ഒരു കാര്യം തങ്ങളോട് ഞാൻ തുറന്നു പറയാം ഹബീബേ, ആകാശസീമയിൽ എന്നെ സൃഷ്ടിച്ചതിന് ശേഷം 70,000 കൊല്ലത്തിനൊരിക്കൽ മനോഹരമാകുന്ന ഒരു നക്ഷത്രത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്റെ കണ്ണുകൊണ്ട് 72,000 പ്രാവശ്യം ഞാൻ കണ്ടു എന്ന് സയ്യിദുനാ ജിബ്രീൽ എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു അത്രേ, അനദാകൽ കൗകബു യാ ജിബ്രീൽ, 70,000 കൊല്ലത്തിലൊരിക്കൽ നിങ്ങൾ കാണുന്നതായ മനോഹരമായ ആ നക്ഷത്രമില്ലേ, നിങ്ങൾ 72,000 പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ആ മനോഹരമാകുന്ന നക്ഷത്രമാണ് ഞാൻ, ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആ പ്രകാശമാണ് ഞാൻ, മുഹമ്മദ് റസൂലുള്ളാഹി. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ വമാ